നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് വേണ്ട. ഉറങ്ങുന്നതിന് മുമ്പ് പാൽ കുടിക്കുന്ന ശീലം എനിക്കില്ല. നന്ദു കുടിച്ചോ? രാത്രി ഉറങ്ങുമ്പോ പാല് കുടിക്കുന്ന ശീലം എനിക്കും ഇല്ല. ഇതൊരു നാട്ടു നടപ്പല്ലേന്ന് ഓർത്താ. അല്ല, എന്തായിരുന്നു ചേച്ചി അനിയത്തിയും തമ്മിലൊരു ചർച്ച? അങ്ങനെ ഇപ്പൊ കാര്യമായിട്ടൊന്നുമില്ല. പുതിയ ജീവിതമല്ലേ, അതിന്റെ ഓരോരോ ഗൗരവവും കാര്യങ്ങളൊക്കെ പറയായിരുന്നു. ആണോ? കണ്ടിട്ട് പക്ഷേ വളരെ സീരിയസ് ആയിട്ട് എന്തോ ഡിസ്കഷനായി തോന്നി. ഈ വീട്ടിലെ ആദ്യത്തെ മരുമകളല്ലേ സുമി ചേച്ചി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സുമി ചേച്ചിക്കല്ലേ എന്നെക്കാളും അറിയുന്നത്. അതൊക്കെ പറയായിരുന്നു. എന്തൊക്കെയാ പറഞ്ഞത്? കേക്കട്ടെ. വേറൊന്നുമല്ല, എല്ലാവരെയും അറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറണം, പിന്നെ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയൊക്കെ. എന്റെ സ്വഭാവം സുമി ചേച്ചിക്ക് നന്നായിട്ട് അറിയാലോ, അതുകൊണ്ടായിരിക്കും. നിനക്കിനെ ആരുടെയും ഒരു ഉപദേശത്തിന്റെ ആവശ്യമില്ല. എന്റെ ഭാര്യ നന്ദു, നീ ഇപ്പോ നിന്റെ എല്ലാ കാര്യങ്ങളും ഒരു കുറവും വരാതെ നോക്കാൻ ഞാനുണ്ട്. അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒക്കെ ജീവിതത്തിലെ ആദ്യത്തെ പ്രയോറിറ്റി ആയിരിക്കുന്നത് കല്യാണത്തിന് മുമ്പ്. എന്റെ കാര്യം പറഞ്ഞ ഇന്നു മുതൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് നീയും ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുമായിരിക്കും. അത് കഴിഞ്ഞ് അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉള്ളൂ. എനിക്കും അങ്ങനെ തന്നെ നിതീഷേട്ടാ. എന്റെ ഭാഗത്തുനിന്നുണ്ടായിപ്പോയ വലിയ തെറ്റുകളുണ്ടെന്ന് എനിക്കറിയാം. പക്വതയില്ലാതെ ഞാൻ പെരുമാറിപ്പോയ എത്രയോ അവസരങ്ങളുണ്ട്. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ കരടായി പോലും അവശേഷിക്കാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആ തെറ്റുകളൊക്കെ തിരുത്താനുള്ള സമയമാണ് ഇനി. നിന്നെ വേദനിപ്പിച്ച് പോയതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യാനായിരിക്കും ഇനി എന്റെ ജീവിതം. ഞാൻ കാരണം നീ ഒരുപാട് അനുഭവിച്ചെന്ന് എനിക്കറിയാം. എന്തിനാ ഇനി അതൊക്കെ ഓർക്കുന്നത് നിതീഷേട്ടാ? അതൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല. എന്തൊക്കെ പറഞ്ഞാലും നിതീഷേട്ടൻ എന്നെ കൈവിട്ടില്ലല്ലോ. എന്നെയും എന്റെ കുഞ്ഞിനെയും ജീവിതത്തിൽ ചേർത്ത് പിടിച്ചില്ലേ. ഇനി എനിക്ക് എന്താ പരാതിയുള്ളത്? ഇതിൽ കൂടുതൽ ഇനി ഒന്നും എനിക്ക് വേണ്ട. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്റെ തെറ്റുകളെല്ലാം നീ പുറത്തത്. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഞാൻ കൂടുതൽ കൂടുതൽ കുറ്റബോധത്തിലാവുകയാണ്. കഴിഞ്ഞു പോയതിന്റെ കയ്പെല്ലാം ഈ മനസ്സിൽ നിന്ന് എനിക്ക് മായ്ച്ചു കളയണം നന്ദി. മതി, ഈ വാക്കുകൾ മാത്രം മതി. എന്റെ മനസ്സിൽ ഒരു കരടും ഇല്ല നിതീഷേട്ടാ. സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ മനസ്സിൽ കരടുകൾ ബാക്കിയാണടി. നിനക്കിതിൽ കൂടുതലൊന്നും വേണ്ടായിരിക്കും. പക്ഷെ നിന്നിലൂടെ നേടിയെടുക്കാനുള്ള എന്റെ ആവശ്യങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാം നേടിയെടുത്ത് ഗിരിധര നമ്പ്യാരെ തകർത്തെറിയുന്നത് വരെ ഈ നാടകം തുടരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.